പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറ തുറക്കുന്നതിന് ഹൈക്കോടതിയുടെ അനുമതി. ഇത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതി അനുവദിച്ചില്ല. ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും. അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, സുപ്രധാനമായ നീക്കമാണ് കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത്. പൂർണ്ണമായും കല്ലറ തുറക്കണമെന്ന് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നിരാകരിക്കുകയാണോ ചെയ്തത് കോടതി? എന്താണ് കോടതിയുടെ നിലപാട്? പൂർണ്ണമായും നിരാകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. അടുത്താഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഇടക്കാല ആശ്വാസം നൽകുന്നതിൽ കോടതി വിമുഖത കാട്ടി എന്ന് വേണം വിലയിരുത്താൻ. കാരണം നെയ്യാറ്റിൻകര ഗോപന്റെ ദുരൂഹ മരണത്തിൽ കല്ലറ പൊളിക്കാനുള്ള ആർഡിഒ ഉത്തരവ് ചോദ്യം ചെയ്ത് അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി വന്നത്. ഡയസാണ് കേസ് പരിഗണിച്ചത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ജഡ്ജി ചോദിച്ചു. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. ദുരൂഹത നീക്കാൻ അന്വേഷണം ആവശ്യമാണെന്നും കോടതി പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജി അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കും. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഈ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ വിനോദ്, പോലീസിന്റെ തടസ്സമായി നിന്നത് അവിടെ ഉണ്ടായ പ്രാദേശിക പ്രതിഷേധവും ഒടുവിൽ ഈ കോടതിയിലേക്ക് കുടുംബം നീങ്ങിയതുമാണ്. കോടതിയിൽ നിന്നും എന്തായാലും കുടുംബത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ കല്ലറ തുറക്കുക അടക്കമുള്ള നടപടിക്രമങ്ങളുമായി ഇനി വേഗത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുമോ? എന്താ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? സൈത്ത്, നമുക്ക് കൊച്ചിയിൽ നിന്ന് വരുന്ന പുതിയ വിവരമനുസരിച്ചാണെങ്കിൽ ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് കോടതി പാസിംഗ് കമൻറ്റ് എന്ന നിലയ്ക്ക് ഉന്നയിച്ച വാദങ്ങളായി കണക്കാക്കേണ്ടി വരും. തീർപ്പായിട്ടില്ലെങ്കിൽ ആ നിലയ്ക്ക് വേണം കാണാൻ. മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു. കുടുംബം നൽകിയ ഹർജിയാണ്. കല്ലറ തുറക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ച് കുടുംബം നൽകിയ ഹർജിയാണ്. അതിലാണ് കോടതി ചില സംശയങ്ങൾ ചോദിക്കുന്നത്. എവിടെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും, അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി. അതായത് മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഹർജിക്കാരന് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരുടെ ആവശ്യം തള്ളിക്കൊണ്ട് തന്നെ അന്വേഷണത്തെ പിന്തുണയ്ക്കേണ്ടി വരും എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്.